Hi all. Hi. എം ഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പെനിൻസുലാർ റിവേഴ്സിനെ പറ്റിയാണ് അല്ലേ. നമ്മൾ ഇന്ത്യയുടെ റിവർ സിസ്റ്റത്തിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ റിവർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ബ്രോഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. നമ്മളതിനെ രണ്ടായിട്ടാണ് പ്രധാനമായും ക്ലാസിഫൈ ചെയ്തത് അല്ലേ. അതിൻ്റെ ഒറിജിൻ വെച്ചിട്ട് എവിടെയാണ് അത് ഉത്ഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തു, രണ്ടായിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തു. എന്താണ് ഹിമാലയൻ റിവേഴ്സ് എന്നും അതുപോലെ തന്നെ പെനിൻസുലാർ റിവേഴ്സ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നീളം ഒഴുകുന്ന മിക്കവാറും നദികൾ അല്ലെങ്കിൽ വർഷം മുഴുവൻ വെള്ളം കൊണ്ടുവരുന്ന അത്രത്തോളം ഗ്ലേഷ്യേഴ്സിൽ നിന്നും മറ്റുമായിട്ടൊക്കെ വെള്ളം ഒഴുകിയും അതുപോലെ തന്നെ മഴയിൽ നിന്നൊക്കെ വെള്ളം ലഭിക്കുന്ന ഹിമാലയൻ റിവർ സിസ്റ്റം എന്ന് പറയുന്ന വളരെ ബ്രോഡ് ആയിട്ടുള്ള റിവർ സിസ്റ്റത്തിനെ പറ്റി എന്ത് ചെയ്തു നമ്മൾ നോക്കിയല്ലേ. അപ്പൊ നമ്മളവിടെ പ്രധാനമായും പഠിച്ചത് ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു, അതുപോലെ ഗ്യാൻജസിന്റെ റിവർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര റിവർ സിസ്റ്റത്തിനെ പറ്റി എന്ത് ചെയ്തു പഠിച്ചു. ഈ 3 റിവർ സിസ്റ്റത്തെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹിമാലയൻ റിവർ സിസ്റ്റത്തിൽ പ്രധാനമായും എന്ത് ചെയ്തത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, പെനിൻസുലാർ റിവേഴ്സിലേക്ക് എന്ത് ചെയ്യാണ് മൂവ് ഓൺ ചെയ്യാണ്. അപ്പൊ നമുക്കറിയാം ഉപദ്വീപീയ നദികൾ അല്ലെ, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ഡ്രെയിൻ ചെയ്യുകയും ഒഴുകുകയും ചെയ്യുന്ന നദികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വരുന്ന ഉപദ്വീപീയ നദികളിൽ ചിലത്, അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിന്ധ്യൻ റേഞ്ചസിൽ നിന്ന് ഛോട്ടാ നാഗ്പൂർ ഹിൽസ് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ മുകളിലേക്ക് വടക്കോട്ട് ഡ്രെയിൻ ചെയ്ത് ഒഴുകുന്ന കുറച്ച് നദികളുണ്ട്. നമ്മൾ ഗ്യാൻജസിന്റെ റിവർ സിസ്റ്റം പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ചമ്പല്, കെന്ന്, ബെത്വ, സിന്ധ് ഇവരൊക്കെ ഹിമാലയത്തിലല്ല അവരുടെ ഒറിജിൻ അല്ലെ. അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും ഈ പെനിൻസുലാർ ഇന്ത്യയിലാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യാണ്, ഒഴുകിയിട്ട് വടക്കോട്ടാണല്ലേ ഇവർ ഡ്രെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഡ്രെയിൻ ചെയ്ത് നമ്മുടെ ഗ്യാൻജസിന്റെ റിവർ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത്തരം റിവേഴ്സിന് എന്ത് ചെയ്യും, നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഉപദ്വീപീയ നദികൾ പഠിക്കുന്ന സമയം നമ്മൾ ഈ പഠിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഈ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഇത്തരം ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഉപദ്വീപീയ നദികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ കഴിയും. പക്ഷെ ഹിമാലയൻ റിവർ സിസ്റ്റത്തിന്റെ കൂടെ കൂടുന്നത് കൊണ്ട് നമ്മൾ അവരെ പറ്റി നമ്മൾ പഠിക്കുന്നതെല്ലാം ഹിമാലയൻ റിവേഴ്സിനെ പറ്റി പഠിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യും നമ്മൾ അവരെ പറ്റി എല്ലാം പറയുന്നത്. നമ്മുടെ ഉപദ്വീപീയ നദികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ നർമ്മദ, ഗോദാവരി, താപ്പി അല്ലെ, അതുപോലെ തന്നെ കൃഷ്ണ, കാവേരി ഇങ്ങനെയുള്ള റിവേഴ്സിനെയാണ് എന്ത് നമ്മൾ പ്രധാനമായിട്ടും ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപദ്വീപീയ നദികളെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെന്താണ് ഹിമാലയ റിവേഴ്സിനെക്കാളും ഒക്കെ കുറച്ചും കൂടെ ഓൾഡർ ആയിട്ടുള്ള റിവേഴ്സ് ആണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ കുറച്ചുകൂടെ ഓൾഡർ ആണ് അല്ലെങ്കിൽ ഇവരുടെ ഉത്ഭവം എങ്ങനെയാണ് എന്നെന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് കുറച്ചുകൂടെ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കതൊന്ന് പറഞ്ഞു പോകാം. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, ഈ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആദ്യമേ ഏഷ്യൻ പ്ലേറ്റുമായിട്ട് അല്ലെങ്കിൽ ഏഷ്യയുമായി അടുത്ത് കിടന്നൊരു ഭാഗമല്ല. നമുക്കറിയാം അന്റാർട്ടിക്കയുമായി സദേൺ ഹെമിസ്ഫിയറിൽ, നമ്മുടെ എർത്തിന്റെ സദേൺ ഹെമിസ്ഫിയറിൽ അന്റാർട്ടിക്കയുടെ പോർഷനുമായി ചേർന്നിരുന്ന ഒരു ഫലകമാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ കാരണം ഇവരെന്ത് ചെയ്യാണ് പതുക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് ആ ഒരു അന്റാർട്ടിക്ക എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ് പതുക്കെ അവർ നോർത്തിലേക്ക് മൂവ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ യുറേഷ്യൻ പ്ലേറ്റുമായി കൊളൈഡ് ചെയ്യുകയും അങ്ങനെയാണ് നമുക്ക് ഹിമാലയൻ ഹിമാലയാസ് ഒറിജിൻ ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ പോയ പോക്കില് നമുക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഈ ഒരു പടിഞ്ഞാറേ ഭാഗത്തുണ്ടല്ലോ, ഇന്ത്യയുടെ ഈ ഒരു പടിഞ്ഞാറേ ഭാഗത്ത് അവിടെ ഒരു വലിയ ഫോൾട്ടിങ് നടക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ ഫോൾട്ടിങ്, അവിടെ എന്താണ് അവിടെ ഇരിക്കുന്ന ബ്ലോക്കുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, കുറച്ച് മൂവ്മെന്റ് സംഭവിക്കുകയും എന്താണ് ഒരു ഭാഗം കടലിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ താഴ്ന്നു പോകുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്ന ഈ ഒരു എസ്കാർപ്മെന്റ്, ഈ ഭാഗത്തായി കാണപ്പെടുന്ന ഈ ഒരു എസ്കാർപ്മെന്റ് ഏരിയ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ നമ്മുടെ എസ്കാർപ്മെന്റ് ഏരിയ, ഒരു ഹൈറ്റ് കൂടിയ നമ്മുടെ ഒരു ഫോൾട്ടിങ്ങിന്റെ ഫലമായി ഉണ്ടായ എന്താണ് ആ ഒരു പർവ്വത മേഖലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രധാനമായി ഇത്തരം നദികളെല്ലാം എന്ത് ചെയ്യുന്നു, ഉത്ഭവിച്ച് എന്ത് ചെയ്യുന്നു, ഒഴുകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പറയാൻ വേണ്ടി കഴിയും. അപ്പൊ ആക്ച്വലി എന്താണ്, ഹിമാലയം പിന്നീടാണല്ലേ ഒറിജിൻ ചെയ്യുന്നത്. നമ്മുടെ അവിടെ പോയി ഇടിച്ച് അവിടെ എന്താണ് ഒരു മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹിമാലയാസ് വരുന്നത്. പക്ഷെ അതിന് മുൻപ് തന്നെ, അങ്ങനെ ഒരു ഫോൾട്ടിങ് നടക്കുന്നതിന് മുൻപ് തന്നെ എന്താണ്, ഇവിടെ ഒരു ഫോൾട്ടിങ് അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറേ വശത്ത് ഫോൾട്ടിങ് നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് വെസ്റ്റേൺ ഗാട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഞാനീ പറയുന്നത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ കഥയാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഇതൊരു ചെറിയ ടൈം സ്പാനിൽ നടന്നതാണ് ചിന്തിക്കുകയോ ചെയ്യുന്നത്, ഒരു വളരെ നീണ്ട ഒരു കാലയളവിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചിന്തിച്ച് വേണം എന്ത് ചെയ്യാൻ, ഇതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെനിൻസുലാർ റിവേഴ്സ് ഫോം ചെയ്ത്. ഇവിടെ എന്താണ്, ഒരു ഫോൾട്ടിങ്ങിന്റെ കഥ നമുക്ക് പറയാനുണ്ട്, ഒരു മൗണ്ടൻ ഉണ്ടായ കഥ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെയും പറയാനുണ്ട്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ, മനസ്സിലായോ എന്താണ് സംഭവം എന്നുള്ളത്? ഇവിടെ എന്താണ്, നമ്മുടെ എന്താണ് ഹിമാലയാസിന്റെ കേസ് വരുമ്പോൾ 2 പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ ഓറോജനിക് ബെൽറ്റ് ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇങ്ങനെ ഇരുന്നൊരു പ്ലേറ്റ് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഫോൾട്ടിങ് നടന്ന് 2ആയിട്ട് മാറുകയും അതിന്റെ ഒരു ഭാഗം എന്താണ് കടലിലേക്ക് താഴ്ന്നു പോയി, ഒരു ഭാഗം കടലിലേക്ക് പോയി, മറ്റൊരു ഭാഗം ഇങ്ങനെ പൊങ്ങി നിന്നു. അങ്ങനെ പൊങ്ങി നിന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു മൗണ്ടൻ ക്രിയേറ്റ്, അങ്ങനെ ഉണ്ടായ ആളാണ് എന്ത് നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗാട്സ് അതുകൊണ്ട് തന്നെ ഒരു എസ്കാർപ്മെന്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജിയോളജിക്കൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. എസ്കാർപ്മെന്റ് എന്ന് പറയുന്നത് ഫോൾട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വളരെ സ്റ്റീപ്പായി കാണുന്ന ഒരു സാധനം അല്ലെ, നമ്മുടെ ഒരു ഫോൾട്ടിങ് നടന്നതിന് ശേഷം വളരെ സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ഒരു സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്കാർപ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, വെസ്റ്റേൺ ഗാട്സിന്റെ ഈ ഒരു ഭാഗത്ത്, വെസ്റ്റേൺ ഗാട്സിന്റെ വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്റ്റീപ്പും, എന്നാൽ അതിന്റെ ഈസ്റ്റേൺ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ജെന്റിലി സ്ലോപ്പിങ്ങും ആണ് അല്ലെ. അത് തന്നെ എന്താണ്, ഇതിനൊരു എന്താണ് എവിഡൻസ് ആണ്, ഇങ്ങനെ ഒരു സംഭവത്തിന് എന്താണ് എവിഡൻസ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പെനിൻസുലാർ റിവേഴ്സിൽ മിക്കവാറും ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, ഉത്ഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോദാവരി ആയിക്കോട്ടെ, കൃഷ്ണ ആയിക്കോട്ടെ, കാവേരി ഒക്കെ ഉത്ഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോൾട്ടിങ് ആണെന്ന് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, ഇവിടെ ഒഴുകുന്ന നദികളെ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഈസ്റ്റ് ഫ്ലോയിങ്, നമ്മൾ എന്താണ് നേരത്തെ ക്ലാസിഫൈ ചെയ്തതുപോലെ തന്നെയാണ്. ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് ഏതൊക്കെ, വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് ഒക്കെ. ഈസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ എന്താണ് ഡ്രെയിൻ ചെയ്യുന്ന നദികൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് വെസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ അറേബ്യൻ സീയിൽ വന്ന് എൻഡ് ചെയ്യുന്ന നദികൾ ആരൊക്കെ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവരെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ സുബർണരേഖ നമുക്കറിയാം, മഹാനദി നമുക്കറിയാം, ഗോദാവരി, കൃഷ്ണ, പെന്നാർ, കാവേരി, വൈഗ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം തമിഴ്നാട്ടിലൂടെയൊക്കെ ഒഴുകുന്ന പ്രധാനപ്പെട്ട റിവേഴ്സിൽ ഒന്നാണ്. അപ്പൊ എന്താണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ. ഇതല്ലാതെ ഒരുപാട് മൈനർ റിവർ സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മേഖലയിലൂടെ ഒഴുകുന്നുണ്ട്. പക്ഷെ അവിടെ പറ്റിയൊക്കെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. പക്ഷെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആൾക്കാർ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഈ 4 ആൾക്കാരെ പറ്റി റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, വളരെ വിശദമായി അറിഞ്ഞിരിക്കണം. ഇനി വെസ്റ്റ് ഫ്ലോയിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, നർമ്മദ, താപ്തി. നമുക്കറിയാം ഈ 2 ആൾക്കാരെ നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്, നർമ്മദയും താപ്തിയും. അതുപോലെ തന്നെ ലൂണി അല്ലെ, നമ്മുടെ എന്താണ് ഇന്ത്യയിൽ ഡെസേർട്ട് മേഖലയിൽ റാൻ ഓഫ് കച്ചിലൂടെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ലൂണി എന്ന് പറയുന്നത്. മാഹി നമുക്കറിയാം അല്ലെ, നമ്മുടെ എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 2 തവണ മുറിച്ചു കിടക്കുന്ന റിവർ ആണ് ഇത്, മാഹി എന്ന് പറയുന്നത്. ദെൻ സബർമതി, ശരാവതി, ഇത്രയും റിവേഴ്സിനെ പറ്റിയാണ് വെസ്റ്റ് ഫ്ലോയിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമുക്കറിയാല്ലേ ഇത്ര ആൾക്കാരാണോ, അല്ല, കേരളത്തിൽ തന്നെ എന്താണ് നമ്മളെ ടോട്ടൽ 44 നദികൾ എടുത്തിരിക്കുന്ന 41 എന്താണ് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ, നമുക്ക് ഈസ്റ്റ് ഫ്ലോയിങ് കുറവായിട്ടുള്ള ആൾക്കാരാണ്. സോ ഇത്രയല്ല, വളരെ മൈനർ ആയിട്ടുള്ള ഒത്തിരി അധികം റിവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ, NCERT-യിൽ കാണുന്ന ഒരു ചെറിയൊരു കമ്പാരിസൺ ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. നമുക്കറിയാലോ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഹിമാലയാസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹിമാലയൻ റിവേഴ്സിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഉപദ്വീപീയ നദികളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ പെനിൻസുലർ പ്ലേറ്റിയും അതുപോലെ തന്നെ എന്താണ് വെസ്റ്റേൺ ഗാട്സ്, ഈസ്റ്റേൺ ഗാട്സ്, ആരവല്ലീസ്, അതുപോലെ തന്നെ എന്താണ് വിന്ധ്യൻ, സത്പുര ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഉപദ്വീപ നദികളുടെ പ്രധാനപ്പെട്ട എന്താണ്
എന്താണ് ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിന്റെ നീരൊഴുക്കിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനുണ്ടോ അതോ എന്താണ് മഴക്കാലത്ത് മാത്രമാണോ വരുന്നതെന്നുള്ളത് അല്ലേ. നമുക്കറിയാം ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു വർഷം മുഴുവൻ എന്താണ് നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ള റിവേഴ്സ് ആണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് സമ്മർ സമയത്ത് എന്താണ് ഗ്ലേഷ്യേഴ്സ് ഉരുകിയുള്ള വെള്ളവും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എന്താണ് മഴക്കാലം ആകുമ്പോഴേക്കും മഴ പെയ്തുള്ള വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് ഹിമാലയൻ റിവേഴ്സിന് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉപദ്വീപീയ നദികൾ മിക്കവാറും സീസണിലാണ്. അവരെന്താണ് മൺസൂണിന്റെ മഴയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് അവര് എന്ത് ചെയ്യുന്നത് എന്താണ് ആശ്രയിച്ചിരിക്കുന്നത് അല്ലെ. ഇനി എന്താണ് അതിന്റെ തരം അല്ലെങ്കിൽ ഡ്രെയിനേജ് പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ എന്താണ് ഇത് പ്രധാനമായിട്ടും ഡെൻഡ്രിറ്റിക് പാറ്റേൺ ആണ് അല്ലെ. നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാലും എന്താണ് ഡെൻഡ്രിറ്റിക് പാറ്റേൺ അതുപോലെ തന്നെ ആന്റിസിഡന്റ് റിവേഴ്സും ആണ്. ഡെൻഡ്രിറ്റിക് പാറ്റേൺ അതുപോലെ തന്നെ ആന്റിസിഡന്റ് റിവേഴ്സും ആണ്. എന്നാൽ ഉപദ്വീപീയ നദികളിലേക്ക് വരുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ട്രെല്ലിസ് പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ റേഡിയൽ പാറ്റേൺ ഉണ്ട്, അങ്ങനെയുള്ള എന്താണ് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള പാറ്റേണുകൾ, അങ്ങനെ എന്താണ് പല രീതിയിലുള്ള പാറ്റേണുകൾ കാണിച്ച് ഒഴുകുന്ന നദികളാണ് എന്ത് ചെയ്യുന്നത് ഉപദ്വീപീയ നദികളിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി എന്താണ് ഇവരുടെ പ്രകൃതം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നദി എന്ന് പറയുന്നത് എന്താണ് വളരെ നീളമേറിയിട്ടുള്ള നദികളാണ് കൂടുതലായി എന്താണ് ഹിമാലയൻ റിവേഴ്സിൽ വരുന്നത്. നമുക്കറിയാം എന്താണ് ഒത്തിരി അധികം അല്ലെ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വളരെ അത്ര സുഖകരമല്ലാത്ത ഏരിയാസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർ കൂടുതലായിട്ടും ഡ്രെയിനിങ് നടത്തുന്നത്. അവർക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് അവരെന്താണ് സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും ദുർഘടം പിടിച്ച വഴികളാണ്. കാര്യം എന്താണ് നമുക്കറിയാം ഹിമാലയാസ് എന്ന് പറയുന്നത് വളരെ പൊക്കമുള്ള ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേറ്റ് ബൗണ്ടറിയാണ്. അപ്പൊ അതുവഴി ഒഴുകുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്താണ് ഈ നദികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചുകൂടെ വെതറിങ് ആക്ടിവിറ്റി ഇവർക്ക് എന്തായിരിക്കും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവരെന്താണ് കുറച്ചും കൂടെ വെതറിങ് അല്ലെങ്കിൽ ഇവരെന്താണ് ഇറോസീവ് ആയിട്ടുള്ള നദികളായിരിക്കും കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയൻ റിവേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത്. എന്നാൽ നമ്മുടെ ഉപദ്വീപീയ നദികളിലേക്ക് വരുമ്പോൾ അവർ കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ് അല്ലെ. അവരെന്താണ് ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പാറ്റേണിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത്. അത്ര ദുർഘടം പിടിച്ച വഴികളൊന്നും അവർക്കില്ല. നമുക്കറിയാം നമ്മുടെ വെസ്റ്റേൺ ഘാട്സ് എന്ന് പറയുന്നത് ഈസ്റ്റ് വേർഡ് വളരെ ജെന്റ്ലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ സമതല പ്രദേശങ്ങളിലേക്ക് എത്തുകയും വളരെ ഭയങ്കര ഇറോസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് കൂടുതലായിട്ട് ചെയ്യാനില്ല അല്ലെ. വളരെ കൂടുതലായിട്ട് അവർക്ക് ചെയ്യാനില്ല. ഇനി അതിന്റെ വൃഷ്ടി പ്രദേശം അല്ലെങ്കിൽ ക്യാച്ച്മെന്റ് ഏരിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ റിവേഴ്സിന് എന്തായിരിക്കും വളരെ വിസ്തൃതമായിട്ടുള്ള ക്യാച്ച്മെന്റ് ഏരിയ ആയിരിക്കും. നമുക്കറിയാം ഒത്തിരി അധികം ട്രിബ്യൂട്ടറീസ് വരുന്നുണ്ട്. ഇവരെല്ലാം ഡ്രെയിൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ആണ്. സോ നമ്മുടെ ഹിമാലയൻ നദികൾക്ക് വളരെ വിസ്തൃതമായിട്ടുള്ള ക്യാച്ച്മെന്റ് ഏരിയ ആണ് വരുന്നത്. എന്നാൽ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വിസ്തൃതി കുറഞ്ഞ ക്യാച്ച്മെന്റ് ഏരിയാസ് ആണ് അവർ എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഇനി നദിയുടെ പ്രായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ യുവത്വ ഘട്ടത്തിലുള്ള അതിതീവ്രമായിട്ടുള്ള നീരൊഴുക്കുള്ള നദികളാണ് കൂടുതലായും ഹിമാലയൻ റിവേഴ്സിൽ വരുന്നത്. എന്നാൽ നമ്മുടെ ഉപദ്വീപീയ നദികളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ ഓൾഡ് സ്റ്റേജിലേക്ക് എത്തിയ അല്ലെ കുറച്ചുകൂടെ ഓൾഡ് സ്റ്റേജിലേക്ക് എത്തിയ സമതലങ്ങളിലൂടെ ഒഴുകുന്ന റിവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉപദ്വീപീയ നദികളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ ഏറെക്കുറെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇത് തിരിച്ചെടുത്ത് ചോദിക്കാം. ഹിമാലയൻ റിവേഴ്സിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതകൾ ചോദിച്ചിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ എന്ത് ചെയ്യാം നമ്മളോട് ചോദിക്കാം. ഇത് NCERT ടേബിൾ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള കുറച്ച് റിവേഴ്സിനെ പറ്റി എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ആര് നമ്മുടെ നർമ്മദ റിവർ എന്ന് പറയുന്നത്. നമ്മുടെ നർമ്മദ റിവർ എന്ന് പറയുന്നത് നർമ്മദ റിവർ നമുക്കറിയാം വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് അല്ലെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത് നമ്മുടെ നർമ്മദ നദി എന്ന് പറയുന്നത്. ഈ മധ്യപ്രദേശിലുള്ള അമർകണ്ടക് പ്ലേറ്റ്യൂവിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നർമ്മദ നദി ഉദ്ഭവിക്കുന്നത്. അപ്പൊ അമർകണ്ടക് പ്ലേറ്റ്യൂ മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത് ഉത്ഭവം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്യാച്ച്മെന്റ് അല്ലെങ്കിൽ ഇത് പ്രധാനമായി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത് നർമ്മദ നദി പ്രധാനമായി ഒഴുകുന്നത്. ഇനി അറേബ്യൻ സീയിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇനി എവിടെ വെച്ചിട്ടാണ് അത് അറേബ്യൻ സീയുമായി കൂടുന്നത്? ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നർമ്മദ നദി അറേബ്യൻ സീയുമായി
ചേരുന്നത്, അറേബ്യൻ സീയുമായി ചേരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ആണ് അല്ലെ, ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന തേർഡ് ലാർജസ്റ്റ് ആണ് അല്ലെ, തേർഡ് ലാർജസ്റ്റ് റിവർ ആണ് ഏത്, നമ്മുടെ നർമ്മദ എന്ന് പറയുന്നത്. 1312 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ടോട്ടൽ നീളം എന്ന് പറഞ്ഞാൽ 1312 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് എന്ന് വിളിക്കുന്നത്. ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് എന്ന് വിളിക്കുന്ന റിവർ ആണേത്, നർമ്മദ റിവർ എന്ന് പറയുന്നത്. നർമ്മദ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു പോവാം. എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മുടെ പെനിൻസുലാർ റിവറിൽ അല്ലെ, പെനിൻസുലാർ റിവേഴ്സിൽ എന്ത് ചെയ്യുന്ന നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് അല്ലെ, ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമർകണ്ടക് പ്ലേറ്റ്യൂവിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഇന്ത്യക്കകത്തായി മുഴുവൻ ഒഴുകുന്നതിൽ 3-ാം സ്ഥാനം അല്ലെ, നീളത്തിൽ 3-ാം സ്ഥാനമുള്ള റിവറാണ് ഇത് നർമ്മദ എന്ന് പറയുന്നത്. ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്നു. ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്നു. ഇത് നമ്മൾ ഇവരെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ നോക്കുന്ന സമയം നമുക്ക് മനസ്സിലാവും നമ്മുടെ വിന്ധ്യ പർവ്വത നിരകൾക്കും സത്പുര പർവ്വത നിരകൾക്കും അല്ലെ, വിന്ധ്യൻസിനും അതുപോലെ തന്നെ സത്പുര റേഞ്ചസിനും, വിന്ധ്യൻ റേഞ്ചസിനും സത്പുര റേഞ്ചസിനും ഇടയിലൂടെ ഭ്രംശ താഴ്വരയിലൂടെ അല്ലെങ്കിൽ റിഫ്റ്റ് വാലീസിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഏത്, നമ്മുടെ നർമ്മദ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭ്രംശ താഴ്വര റിവർ ആണ് അല്ലെ, ഒരു ഭ്രംശ താഴ്വര നദി അല്ലെങ്കിൽ ഒരു റിഫ്റ്റ് വാലി റിവർ ആണ് ഏത്, നമ്മുടെ നർമ്മദ എന്ന് പറയുന്നത്. നമ്മുടെ നർമ്മദ എന്ന് പറയുന്നത്, നർമ്മദ നദിയെ രേവ എന്നും വിളിക്കാറുണ്ട്. രേവ എന്നും വിളിക്കാറുണ്ട്. മധ്യപ്രദേശ് തന്നെയാണ് ഇതിനെ രേവ എന്ന് വിളിക്കുന്നത്. രേവ നദി എന്ന് ഇയാളെ വിളിക്കുന്നുണ്ട്. ഇനി വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ രേവ എന്ന് പറയുന്നത് നമ്മുടെ നർമ്മദയുടെ വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി കൂടിയാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി കൂടിയാണ് നമ്മുടെ രേവ എന്ന് പറയുന്നത്. അപ്പൊ നർമ്മദ നദിയെ ചില ഭാഗങ്ങളിൽ രേവ റിവർ എന്നും വിളിക്കാറുണ്ട്. രേവ റിവർ എന്നും ഓക്കെ, നർമ്മദ റിവറിനെ രേവ റിവർ എന്നും വിളിക്കാറുണ്ട്. ഇനി നർമ്മദ റിവറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നുള്ള രണ്ട് ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റി ആയിട്ട് കാണുന്നതിനുള്ള ഒരു അതിർത്തിയായിട്ട്, ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് നമ്മൾ നർമ്മദ റിവറിനെ കാണാറുണ്ടെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യ അല്ലെങ്കിൽ ദക്ഷിണ ഇന്ത്യയെന്നും രണ്ടായി വിഭജിക്കുന്ന ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റിവർ ആണ് ഏത്, നമ്മുടെ ഈ ഒരു നർമ്മദ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു കൺവെൻഷണൽ ബൗണ്ടറി ആയിട്ട് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റിവർ ആണ് ഇത്, നമ്മുടെ ഈ ഒരു നർമ്മദ റിവർ എന്ന് പറയുന്നത്. ഡെക്കാൻ പ്ലേറ്റ്യൂയിലൂടെയും മാൾവ പ്ലേറ്റ്യൂയിലൂടെയും ഡ്രെയിൻ ചെയ്യുന്ന ഒരു റിവർ ആണ് ഇത്, നമ്മുടെ ഈ ഒരു നർമ്മദ റിവർ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ബാങ്കും ഉണ്ട് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസും ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് റൈറ്റ് ബാങ്ക് നോക്കുമ്പോഴേക്കും ഹിരാൻ, ടെൻഡോരി, ബർണ, കോലാർ, മാൻ, ഉറി, ഹൽസി, ഒർസാങ് ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു നർമ്മദ റിവറിന്റെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബർണൽ, ബഞ്ചാർ, ഷേർ, ഷക്കർ, ധുതി, തവ, ഗെഞ്ചാൽ, ചോട്ട തവ, കുണ്ടി, അതുപോലെ തന്നെ ഗോയി, കർജൻ ഒക്കെയാണ് പ്രധാനമായിട്ടും ഇടത് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ട് നമുക്ക് നമ്മളോട് നർമ്മദയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു നർമ്മദയുടെ കേസിൽ അങ്ങനെ ട്രിബ്യൂട്ടറീസിന്റെ പേര് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അധികം. വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എല്ലാം നമ്മൾ വരുന്നുണ്ട് അല്ലെ. ബർണ ഉണ്ട്, കോലാർ ഉണ്ട്, അതുപോലെ ഹിരാൻ ഉണ്ട്, അതുപോലെ തന്നെ ഷാർ ഉണ്ട്, ബെഞ്ചാർ ഉണ്ട്, ബൻഹർ ഉണ്ട്, തവയുണ്ട്, അതുപോലെ തന്നെ ചോട്ടാ തവയുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട നർമ്മദയുടെ ട്രിബ്യൂട്ടറീസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഭാഗത്തു നിന്ന് ഈ ഒരു ട്രിബ്യൂട്ടറീസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികമായിട്ട് കണ്ടിട്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ നർമ്മദ റിവറിലുള്ള പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഡാമുകൾ നോക്കിക്കഴിഞ്ഞാൽ സർദാർ സരോവർ ഡാം, അതുപോലെ തന്നെ മഹേശ്വർ ഡാം, ഓംകാരേശ്വർ ഡാം, നർമ്മദ സാഗർ ഡാം, തവ ഡാം, അതുപോലെ തന്നെ ബർഗി ഒക്കെ എന്താണ് പ്രധാനപ്പെട്ട നർമ്മദയിൽ എന്താണ് പണി കഴിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡാമുകളാണ്. ഇതിൽ സർദാർ സരോവർ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡാമാണ് ഇത് സർദാർ സരോവർ എന്ന് പറയുന്നത്. ഈ നർമ്മദയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് വളരെ എന്താണ് ഫേമസ് ആയിട്ടുള്ള പ്രക്ഷോഭമാണ് അല്ലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ഈ എന്താണ് ഡാം കൺസ്ട്രക്ട് ഗുജറാത്തിൽ നടന്നിട്ടുള്ള വളരെ എന്താണ് അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് പ്രക്ഷോഭമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സർദാർ സരോവർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസ്ട്രക്ഷന് എതിരെ എന്താണ് എൻവയോൺമെന്റലിസ്റ്റുകൾ അവിടുത്തെ ഉള്ള എന്താണ് ലോക്കൽ ആയിട്ടുള്ള ട്രൈബൽ പീപ്പിളൊക്കെ എന്ത് ചെയ്ത് പ്രൊട്ടസ്റ്റ് ചെയ്ത ആ ഒരു പ്രൊട്ടസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡാമുകൾ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പ്രധാനപ്പെട്ട ഡാമുകൾ എന്ന് പറഞ്ഞാൽ സർദാർ സരോവർ ഉണ്ട്, മഹേശ്വര്, നർമ്മദ സാഗർ, ഓംകാരേശ്വർ, തവ, ബർഗി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് വരുന്ന ഡാമുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ദിരാസാഗർ ഡാമും എന്താണ് നർമ്മദയ്ക്ക് കുറുകെ പണിതിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിരിക്കുക, ഇന്ദിരാസാഗർ ഡാം ഇന്ദിരാസാഗർ ഡാമും എന്താണ് നമ്മുടെ നർമ്മദയ്ക്ക് കുറുകെ എന്ത് ചെയ്തിട്ടുള്ള പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഇത് ഇന്ദിരാസാഗർ ഡാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ എന്താണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്താണ് നർമ്മദയുടെ കരയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നതും നർമ്മദയുടെ ബാങ്ക്സിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് നമ്മുടെ നർമ്മദയുടെ ബാങ്ക്സിലുള്ളതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് ജബൽപൂർ എന്ന് പറയുന്നത്. ഓക്കെ, ജബൽപൂർ എന്ന് പറയുന്ന സിറ്റി നർമ്മദയുടെ ബാങ്ക്സിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ധുവാന്തർ വാട്ടർഫോൾസ്, മാർബിൾ ഫോൾസ്, അതുപോലെ തന്നെ സഹസ്രധാര ഫോൾസ് ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു നർമ്മദയിലുള്ള പ്രധാനപ്പെട്ട വാട്ടർഫോൾസ് ആണ് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക. നർമ്മദയിലുള്ള വാട്ടർഫോൾസ് ധുവാന്തർ ഫോൾസ്, സഹസ്രധാര, ഫോൾസ് ഒക്കെ എന്താണ് പ്രധാനമായിട്ടും എന്താണ് അതുപോലെ തന്നെ മാർബിൾ ഫോൾസ് പ്രധാനമായിട്ടും എന്താണ് നർമ്മദയിലുള്ള പ്രധാനപ്പെട്ട വാട്ടർഫോൾസ് ആണെന്ന് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ലോകത്തിലെ ആദ്യത്തെ കനാൽ ടോപ്പ് 1 മെഗാവാട്ട് സോളാർ പദ്ധതി എന്ന് പറയുന്നത് നർമ്മദ ബ്രാഞ്ച് കനാൽ നെറ്റ്വർക്ക് ആണ് എന്ത് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ കനാലിലുള്ള ഒരു കനാൽ ടോപ്പ് ആയിട്ടുള്ള 1 മെഗാവാട്ട് സോളാർ പദ്ധതിയാണ് എന്ത് നർമ്മദ ബ്രാഞ്ച് കനാൽ ശൃംഖല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2012 ഇനാഗുറേഷൻ നടക്കുന്നത്. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ നമ്മുടെ PM നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോടാ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? നർമ്മദ ബച്ചാവൻ ആന്തോളനിൽ പങ്കെടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള എൻവയോൺമെന്റലിസ്റ്റ് ഉണ്ട് മേധാ പട്കർ അല്ലെ. മേധാ പട്കറിനെയും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? നർമ്മദയെ പറ്റി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് നെക്സ്റ്റ് എന്താ നോക്കാൻ പോകുന്നത് താപ്തി റിവർ അല്ലെങ്കിൽ താപ്തി റിവർ എന്ന് വിളിക്കുന്ന എന്താണ് നർമ്മദയുടെ ട്വിൻ അല്ലെങ്കിൽ ട്വിൻ ഓഫ് നർമ്മദ എന്നൊക്കെ വിളിക്കുന്ന താപ്തി റിവറിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ താപ്തി എന്ന് പറയുന്നത് എന്താണ് നർമ്മദയ്ക്ക് പാരലായിട്ട് അതിന്റെ താഴെ അല്ലെ നർമ്മദ ഇങ്ങനെ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിന് പാരലായി താഴെ ഒഴുകുന്ന റിവറിനെയാണ് നമ്മൾ എന്ത് താപ്തി റിവർ എന്ന് പറയുന്നത്. താപ്തി റിവർ എന്ന് പറയുന്നത് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മുൾട്ടായ് സത്പുര റേഞ്ചിലെ
മുൾട്ടായി അല്ലെങ്കിൽ മുൾത്തായി ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ താപ്തി റിവറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എഗെയിൻ എന്താണ് മധ്യപ്രദേശിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, മധ്യപ്രദേശിലാണ് വരുന്നത്. ഇനി ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് ഡ്രെയിൻ ചെയ്യുന്നത്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നേരത്തെ നമ്മൾ നർമ്മദയുടെ കേസ് പറഞ്ഞതുപോലെ മധ്യപ്രദേശിനും അതുപോലെ തന്നെ എന്താണ് മധ്യപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്തിലൂടെയും ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് നമ്മുടെ താപ്തി റിവർ എന്ന് പറയുന്നത്. ഈ നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ സെക്കൻഡ് ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് അല്ലെ, സെക്കൻഡ് ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ആണ് താപ്തി റിവർ എന്ന് പറയുന്നത്. 724 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഇയാള് ഒഴുകുന്നത്. നമുക്കറിയാം പാരലൽ ടു നർമ്മദ റിവറിന് പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ അത് ട്വിൻ ഓഫ് നർമ്മദ എന്നും എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. ട്വിൻ ഓഫ് നർമ്മദ റിവർ എന്നും എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ റിവർ എന്നും വിളിക്കുന്നത് ആരെ തന്നെയാണ്? താപ്തി റിവറിനെ തന്നെയാണ്. അപ്പോൾ ട്വിൻ ഓഫ് നർമ്മദ, ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? നമ്മുടെ താപ്തി റിവറിനെയാണെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഇതിൽ പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു മേഖലയിൽ വരുന്ന പോഷക നദികൾ വരുമ്പോഴത്തേക്ക് അനേർ, അരുണാവതി, അമരാവതി, ബുറേ, ബോറി, ഗിർന, വാഗൂർ, പൂർണ്ണ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പൂർണ്ണ എന്ന് പറയുന്ന പോഷക നദി, വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഏത്? പൂർണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ താപ്തി റിവറിനെ പറ്റിയാണ് അല്ലെ, താപ്തി റിവറിനെ പറ്റിയാണ് പറഞ്ഞത്. ട്വിൻ ഓഫ് നർമ്മദ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് വിളിക്കുന്ന റിവർ ആണ് താപ്തി റിവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നും എന്ത് ചെയ്യാറുണ്ട് പുള്ളിക്കാരി നമ്മൾ വിളിക്കാറുണ്ട്. ഇനി മുൾത്തായ് അല്ലെ, സത്പുര റേഞ്ചിലെ മധ്യപ്രദേശിലുള്ള സത്പുര റേഞ്ചിലെ മുൾത്തായിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് താപ്തി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് താപ്തി റിവർ ഒഴുകുന്നത്. അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് താപ്തി എന്ന് പറയുന്നത്. നർമ്മദയ്ക്ക് പാരലാണ്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട്. ഇനി നമ്മളുടെ എന്താണ് നമ്മുടെ താപ്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ട്രിബ്യൂട്ടറി ആണ് പൂർണ്ണ എന്ന് പറയുന്നത്. പൂർണ്ണയെ നമ്മൾ മറന്നു പോകരുത്. പൂർണ്ണ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു എന്താണ് താപ്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടറി ആണ് ഇത് പൂർണ്ണ എന്ന് വിളിക്കുന്നത്. ഇനി പൂർണ്ണ മാത്രമല്ല, അമരാവതി ഉണ്ട്, അമരാവതി, അതുപോലെ തന്നെ എന്താണ് ബുറേ, അരുണാവതി, ഗോമതി, അനേർ, സുഗി, വാഗർ, പഞ്ചാര ഒക്കെ എന്താണ് നമ്മുടെ താപ്തിയുടെ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ട്രിബ്യൂട്ടറീസ് ആണെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി എവിടെയാണ് ഇത് ഡ്രെയിൻ ചെയ്ത് തീരുന്നത്? ഗൾഫ് ഓഫ് കമ്പത്തിൽ അല്ലെ, ഗൾഫ് ഓഫ് കമ്പത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ താപ്തി എന്ത് ചെയ്യുന്നത് ഡ്രെയിൻ ചെയ്ത് അവസാനിക്കുന്നത് ഗൾഫ് ഓഫ് കമ്പത്തിൽ തന്നെയാണെന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? താപ്തിയെ പറ്റി വളരെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിന്റെ എന്താണ് എവിടെയാണ് ഒറിജിൻ ചെയ്യുന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾ എവിടെയാണ് നർമ്മദ എന്ന് പറയുന്നത് അമർകണ്ടകിലാണ് അല്ലെ, അമർകണ്ടകിലാണ്. നമ്മൾ എന്ത് ചെയ്യും ഇനിയും പഠിച്ചു വരുമ്പോൾ അമർകണ്ടകിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന അടുത്ത ആളെയും നമ്മൾ എന്ത് ചെയ്യും പഠിക്കും. ഇപ്പോൾ എന്താണ് നമ്മുടെ നർമ്മദ ഒറിജിൻ ചെയ്യുന്നത് അമർകണ്ടക് പ്ലേറ്റ്യൂവിലാണെന്ന് എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ താപ്തി ഒറിജിൻ ചെയ്യുന്നത് എവിടെയാണ്? മുൾത്തായിലാണ് അല്ലെ, മുൾത്തായിലാണ് സത്പുര റേഞ്ചിലാണ് മധ്യപ്രദേശിലാണ്. രണ്ടുപേരും ഒഴുകുന്നത് 3 സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ആദ്യത്തെ ആള് എന്താണ് വെസ്റ്റ് ഫ്ലോയിങ്ങിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള റിവർ, രണ്ടാമത്തെ ആള് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആണ്. ഇനി എന്താണ് നർമ്മദയുടെ ട്വിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നും എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട്. എഗെയിൻ എന്താണ് നർമ്മദയ്ക്ക് പാരലായി ഒഴുകുന്ന ആളാണ് എന്ത് നമ്മുടെ ഈ ഒരു താപ്തി റിവർ എന്ന് പറയുന്നത്. അനേർ, അരുണാവതി, അമരാവതി, ബുറേ, ബോറി, ഗിർന, വാഗൂർ, പൂർണ്ണ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്നുള്ളത്. അതിൽ പൂർണ്ണ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂണി റിവർ ആണ്. ലൂണി റിവർ നമുക്കറിയാം അല്ലെ, ഇന്ത്യയിൽ എന്താണ് ഒരു കടലിൽ പോയി എന്താണ് അവസാനിക്കാത്ത ഒരു റിവർ ആണ് ഇത് നമ്മുടെ ലൂണി റിവർ എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് രാജസ്ഥാൻ മരുഭൂമികളിലൂടെ എന്താണ് ഒഴുകുന്ന പ്രധാനപ്പെട്ട റിവർ ആണ് ഇത് നമ്മുടെ ലൂണി റിവർ എന്ന് പറയുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? പുഷ്കർ വാലി അല്ലെ, പുഷ്കർ വാലി ആരവല്ലി റേഞ്ചിലുള്ള പുഷ്കർ വാലിയാണ് എന്ത് ചെയ്യും നമ്മുടെ ലൂണി നദിയുടെ പ്രധാനപ്പെട്ട സോഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അല്ല
ഹൊള്ളി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പുഷ്കർ വാലിയിലെ എന്താണ് ആരവല്ലി റേഞ്ചിലെ പുഷ്കർ വാലിയാണ് എന്ത് ചെയ്യുന്നത്, ലൂണി നദിയുടെ സോഴ്സ് റീജിയൻ എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലൂണി നദി എന്താണ്, ലവണ നദി അല്ലെങ്കിൽ സോൾട്ട് റിവർ, ലവണ നദി അല്ലെങ്കിൽ സോൾട്ട് റിവർ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്, സോൾട്ട് റിവർ അല്ലെങ്കിൽ ലവണ നദി എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൂണി നദിയെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ലവണ നദി എന്ന് വിളിക്കുന്നത്? നമുക്കറിയാമല്ലോ, ഇത് എന്താണ് എക്സ്ട്രീംലി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എറിഡ് ആയിട്ടുള്ള റീജിയനിലൂടെ ഒഴുകുന്ന അല്ലെ, നമുക്കറിയാം നമ്മുടെ ഥാർ മരുഭൂമിക്ക് പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഒഴുകുന്ന ഡ്രെയിൻ ചെയ്ത ഒരു റിവറാണ് ലൂണി നദി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഏരിയ എന്ന് പറയുന്നത് വാട്ടറിൽ ഭയങ്കര ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഇതുവഴി ഒഴുകുന്ന സമയത്ത് കൂടുതൽ വെള്ളം എന്ത് ചെയ്യും, ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഈ നദിയിലുള്ള സോൾട്ടിന്റെ കണ്ടന്റ് എന്ത് ചെയ്യും, വല്ലാതെ കൂടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ സോൾട്ട് റിവർ അല്ലെങ്കിൽ ലവണ നദി എന്ന് വിളിക്കുന്നത്. ലൂണി നദി ഒറിജിനേറ്റ് ചെയ്ത് ഒഴുകുന്ന എല്ലാ ഭാഗത്തും ഇത്രയധികം ലവണ കണ്ടന്റ് ഒന്നും അല്ലെങ്കിൽ സോൾട്ട് കണ്ടന്റ് ഒന്നും ഇല്ല. ഇയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു എറിഡ് റീജിയനിലേക്ക് കടക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൂണി നദി പ്രധാനമായിട്ടും ഭയങ്കര സോൾട്ടി ആയിട്ട് മാറുന്നത്. അത് ഒറിജിൻ ചെയ്ത് ആ ഒരു എറിഡ് റീജിയനിലൂടെ ഒഴുകുന്ന ആ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഇവർക്ക് ഇത്രയധികം സോൾട്ടിനെസ് അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയധികം ലവണ കണ്ടന്റ് കൂടുന്നത്. അത് ഈ ഒരു ഭാഗത്തൂടെ ഒഴുകുന്ന സമയത്താണ്. നമുക്കറിയാം രാജസ്ഥാൻ പ്ലെയിൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലൂണി നദി ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ റാൻ ഓഫ് കച്ചിന് അല്ലെ, നമ്മുടെ റാൻ ഓഫ് കച്ചിൽ കൂടെ ഒഴുകുന്ന അല്ലെ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ കൂടെ ഒഴുകുന്ന ഒരേ ഒരു റിവറും ആര് തന്നെയാണ്, ഈ ഒരു ലൂണി നദി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മരുസ്ഥലി എന്ന് പറയുന്നത് ആ ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള റീജിയൻ അല്ലേ. അപ്പോൾ രാജസ്ഥാൻ പ്ലെയിൻസിലൂടെ ഒഴുകുന്നത്, അതുപോലെ തന്നെ മരുസ്ഥലി റീജിയൻ അല്ലെങ്കിൽ മരുസ്ഥാലി പ്ലെയിൻസിലൂടെ ഒഴുകുന്നത്, റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, ഈ ഒരു ലൂണി നദിയെ തന്നെയാണ് അല്ലെ. ലൂണി നദിയെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പേരുകളിലെല്ലാം നമ്മൾ പറയുന്ന ആര് തന്നെയാണ്, ഈ ഒരു ലൂണി നദിയെ തന്നെയാണ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട പോഷക നദികളെ പറ്റി പറയുകയാണെങ്കിൽ ജോജ്രി, ലിലിരി, ജവായ്, ഖാരി, ബന്ദി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ലൂണി നദിയുടെ പോഷക നദികൾ. ഈ പോഷക നദികളൊന്നും ലെസ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിനെ അതിന്റെ ഒറിജിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ സാഗർമതി എന്നും എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ലൂണി നദിയുടെ മറ്റൊരു പേരെന്താണ്, സാഗർമതി എന്നും എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ അറിയപ്പെടാറുണ്ട്. ലൂണി നദി സാഗർമതി എന്നും എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. അപ്പൊ ലൂണി നദി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും എറിഡ് ആയിട്ടുള്ള റീജിയനിലൂടെ ഡ്രെയിൻ ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോൾട്ട് കണ്ടന്റ് ഉള്ള നദിയാണ് നമ്മുടെ ലൂണി നദി എന്ന് പറയുന്നത്. ആരവല്ലി റേഞ്ചിലെ പുഷ്കർ വാലിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്. അറിയപ്പെടുന്ന മറ്റൊരു പേര് സോൾട്ട് റിവർ അല്ലെങ്കിൽ ലവണ നദി. ഇനി സാഗർമതി എന്നുള്ള പേരിലും എന്ത് ചെയ്യാറുണ്ട്, ഇയാള് അറിയപ്പെടുന്നുണ്ട്. പോഷക നദികൾ പറയുമ്പോൾ ജോജ്രി, ലിലിരി, ജവായ്, ഖാരി, ബന്ദി ഒക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. നമ്മളോട് എന്ത് ചെയ്യാം, രാജസ്ഥാൻ പ്ലെയിൻസിലൂടെ ഒഴുകുന്ന റിവർ ഏതെന്ന് ചോദിക്കാം, റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന റിവർ ഏതെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മരുസ്ഥലി, ബാഗർ പ്ലെയിൻസിലൂടെ മരുസ്ഥലി ബാഗർ പ്ലെയിൻസിലൂടെ ഒഴുകുന്ന റിവർ എന്ന് ചോദിക്കാം. ഈ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഒൺ ആൻഡ് ഓൺലി ലൂണി നദിയാണ്. ഓക്കെ, ലൂണി നദി ഓക്കെ അല്ലേ, ലൂണി റിവർ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? യെസ്, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള കുറച്ച് റിവേഴ്സിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഹി റിവർ ആണ്. മാഹി റിവർ നമുക്കറിയാം അല്ലേ, നമ്മുടെ
വിന്ധ്യ റേഞ്ചസ്, മധ്യപ്രദേശിലുള്ള വിന്ധ്യ റേഞ്ചസിലാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ ഉത്ഭവിക്കുന്നത്. എന്താണ് 583 കിലോമീറ്ററാണ് മാഹിയുടെ മൊത്തം നീളം എന്ന് പറയുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് മാഹി നദി വ്യാപിച്ചു കിടക്കുന്നത്. ഇനി മാഹി നദിയെ പറ്റി നമുക്ക് അറിയാവുന്നുള്ളൊരു കേസാണ് എന്ത്, ഇയാളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ മുറിച്ചു കിടക്കുന്ന 2 തവണ മുറിച്ചു കിടക്കുന്ന റിവറാണ് ഇത് നമ്മുടെ മാഹി റിവർ എന്ന് പറയുന്നത്. ഇനി ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചിട്ട് ഇയാള് നമ്മുടെ അറേബ്യൻ സീയുമായിട്ട് എന്ത് ചെയ്യുന്നു ചേരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് മാഹി നദിയെ പറ്റി. മൈനർ ആയിട്ടുള്ള ആൾക്കാരാണ്, ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ഭാഗത്തു നിന്ന് വരാൻ നമുക്ക് സാധ്യതയുള്ളൂ. അപ്പൊ മാഹി റിവർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഒറിജിൻ എവിടെയാണ് അവസാനിക്കുന്നത്? ഗൾഫ് ഓഫ് കമ്പത്തിൽ, അല്ലെ ഗൾഫ് ഓഫ് കമ്പത്തിലാണ് എന്ത് ചെയ്യുന്നത് വന്ന് അവസാനിക്കുന്നത്. ഓക്കെ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് 2 തവണ മുറിച്ചു കിടക്കുന്ന റിവർ കൂടിയാണ് ഇത് മാഹി റിവർ എന്ന് പറയുന്നത്. ഇനി സബർമതി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള റിവറാണ് സബർമതി എന്ന് പറയുന്നത്. സബർ എന്നും ഹൻമതി എന്നും പേരുള്ള 2 റിവേഴ്സ് തമ്മിൽ യോജിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സബർമതി എന്നുള്ള പേര് സ്വീകരിച്ച് ഈ നദി എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത്. പ്രധാനമായും രാജസ്ഥാൻ, ഗുജറാത്ത് ഭാഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് സബർമതി റിവർ ഒഴുകുന്നത്. സബർമതി റിവർ രാജസ്ഥാനും ഗുജറാത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒഴുകുന്നത്. രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിലാണ്, അല്ലെ ഉദയ്പൂർ ജില്ലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. വകാൽ, ഹൻമതി, വത്രക്സൈ എന്നിവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സബർമതി റിവറിന്റെ പോഷക ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ സബർമതി റിവർ എന്ന് പറയുന്നത് ആരവല്ലി റേഞ്ചസ്, അല്ലേ? അപ്പോൾ രാജസ്ഥാനിലെ ആരവല്ലി റേഞ്ചസിൽ വരുന്നതാണ് എന്ത് നമ്മുടെ ഉദയ്പൂർ ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഉദയ്പൂരിൽ ആരവല്ലി റേഞ്ചസിലുള്ള ഉദയ്പൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. രാജസ്ഥാനിലൂടെയും ഗുജറാത്തിലൂടെയും ഒഴുകുന്നു. സബർ എന്നും ഹൻമതി എന്നും പേരുള്ള 2 റിവേഴ്സ് ഒരുമിച്ചായി ഒഴുകുന്നതിനെയാണ് നമ്മൾ സബർമതി റിവർ എന്ന് പറയുന്നത്. എഗെയിൻ ഗൾഫ് ഓഫ് കമ്പത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സബർമതി റിവറും വന്ന് എൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗൾഫ് ഓഫ് കമ്പത്തിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത് വന്ന് എൻഡ് ചെയ്യുന്നത്. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കർണാടകയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റിവറാണ് ശരാവതി റിവർ എന്ന് പറയുന്നത്. നമ്മുടെ കർണാടകയിലൂടെ ഒഴുകുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള റിവറാണ് ശരാവതി എന്ന് പറയുന്നത്. കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരാവതി റിവർ എന്ത് ചെയ്യുന്നത് ഉത്ഭവിക്കുന്നത്. ഇനി ശരാവതി റിവറിലാണ് എന്ത് ചെയ്യുന്നത് ജോഗ് വാട്ടർഫോൾസ്, അല്ലെ ജോഗ് വാട്ടർഫോൾസ് എന്ത് ചെയ്യുന്നത് ജോഗ് വാട്ടർഫോൾസ് കാണുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ശരാവതി റിവറിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഹയസ്റ്റ് വാട്ടർഫോൾ, അല്ലെ ഇന്ത്യയിലെ ഹയസ്റ്റ് വാട്ടർഫോൾ ആയിട്ടുള്ള ജോഗ് വാട്ടർഫോൾസ്, അല്ലെ ജോഗ് ഫോൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ശരാവതി റിവറിലാണ്. ജോഗ് ഫോൾസിന്റെ മറ്റൊരു പേരെന്താണ് അറിയോ? ജോഗ് ഫോൾസ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ജോഗ് ഫോൾസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓക്കെ, നയാഗ്ര ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാറുണ്ടടാ. അതല്ല ചോദിച്ചാൽ മറ്റൊരു പേര്, ഇതിന്റെ വേറൊരു പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. യെസ് ജെർസൊപ്പ വാട്ടർഫോൾ കൂടി എന്ത് ചെയ്യാറുണ്ട് അറിയപ്പെടുന്ന. യെസ്, ഇന്ത്യയിലെ നയാഗ്ര എന്നും അറിയപ്പെടാറുണ്ട്. ഇത് വേറൊരു പേരിൽ ജെർസൊപ്പ വാട്ടർഫോൾസ് എന്നും എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ജോഗ് ഫോൾസിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചിറാപൂഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന അഗുംബെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ശരാവതി റിവറിന്റെ ബാങ്ക്സിലാണെന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ചിറാപൂഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന അഗുംബെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ശരാവതി റിവറിന്റെ ബാങ്ക്സിലാണെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഗുംബയൊക്കെ എന്ത് ചെയ്യുക പോവാം. മൂകാംബിക ആ ഒരു ഭാഗം അടുത്തായിട്ടാണ് ഈ അഗുംബ വരുന്നത്. ആ ഒരു ഭാഗത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഈ അഗുംബെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ശരാവതി കഴിഞ്ഞ് ഇനി അതിന് ശേഷം നമ്മുടെ
കർണാടകയിലൂടെ ഒഴുകുന്ന മറ്റൊരു എന്താണ് റിവറാണ് നേത്രാവതി അല്ലെ. നമുക്ക് ട്രെയിനിന്റെ പേരൊക്കെ കൊടുത്തിട്ടുള്ള നേത്രാവതി റിവർ എന്ന് പറഞ്ഞാൽ കർണാടകയിലൂടെ ഒഴുകുന്ന വേറൊരു റിവറാണ്. മാംഗ്ലൂർ സിറ്റി, നമ്മുടെ എന്താണ് മാംഗ്ലൂര്, നമ്മുടെ എന്താണ് കാസർഗോഡിന് അടുത്തല്ലേ, കാഞ്ഞങ്ങാട് കഴിഞ്ഞ അടുത്ത മേജർ ആയിട്ടുള്ള സിറ്റി എന്ന് പറയുന്നത് മാംഗ്ലൂരാണ്. അപ്പോൾ മാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് ഈ നേത്രാവതി റിവറിന്റെ ബാങ്ക്സിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു മാംഗ്ലൂർ സിറ്റി കാണുന്നത്. ഇനി ഗോവയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് ഇത് മണ്ടോവി അല്ലെ, മണ്ടോവി റിവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗോവയിലുള്ള ഒഴുകുന്ന പ്രധാനപ്പെട്ട റിവറാണ് മണ്ടോവി അല്ലെങ്കിൽ മഹാദേയി എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ടോവി അല്ലെങ്കിൽ മഹാദേയി റിവറൊക്കെ എന്താണ് ഗോവയിലൂടെ ഒഴുകുന്ന വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവറാണ്. അതുപോലെ തന്നെ സ്വാരി റിവറും ഗോവയിൽ പ്രധാനപ്പെട്ട 2 റിവേഴ്സാണ് ഉള്ളത്, മണ്ടോവി റിവറും സ്വാരി റിവർ എന്ന് പറയുന്നത്. അതിൽ ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്ന മണ്ടോവി റിവറാണ്. മണ്ടോവി റിവറാണ്. നമ്മൾ ഈ കൊങ്കൺ റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് ദൂദ്സാഗർ വാട്ടർഫോൾസ് ഇല്ലേ, കൊങ്കൺ റൂട്ട്സിലേക്ക് നമ്മൾ ഈ എന്താണ് റീൽസ് ഒക്കെ കാണുന്ന ആ ഒരു എന്താണ് ദൂദ്സാഗർ എന്ന് പറയുന്ന ആ ഒരു വാട്ടർഫോൾസ് ഇല്ലേ, ആ ഫോൾസ് വരുന്നത് ഈ മണ്ടോവി റിവറിലാണെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും റിവേഴ്സ് നമുക്കറിയാമല്ലേ. പെരിയാർ എന്താണ് കേരളത്തിലുള്ളതിൽ വളരെ എന്താണ് പ്രധാനപ്പെട്ട ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. ലൈഫ് ലൈൻ ഓഫ് കേരള എന്നൊക്കെ അല്ലെ, കേരളത്തിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന പെരിയാറും എന്താണ് ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ആരൊക്കെയാണ്, നർമ്മദയെ പറ്റി നമ്മൾ പഠിച്ചു, താപ്തിയെ പറ്റി പഠിച്ചു. അതിനുശേഷം എന്താണ് മാഹിനെ പറ്റി പഠിച്ചു, ലൂണി, അതുപോലെ തന്നെ സബർമതി, ശരാവതി, അതുപോലെ തന്നെ പിന്നെ എന്താണ് കുറച്ച് മൈനർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, മണ്ടോവി റിവറിനെ പറ്റി പറഞ്ഞു, സ്വാരി റിവറിനെ പറ്റി പറഞ്ഞു, നേത്രാവതിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പെരിയാറൊക്കെ എന്താണ് ഇത്തരത്തിൽ വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ലൂണിയെ പറ്റി പറയണോ? മനസ്സിലായില്ലേ? ലൂണിയെ പറ്റി പറയണോ? ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ഈസ്റ്റ് ഫ്ലോയിങ്ങിൽ എന്താണ് നമുക്ക് പ്രധാനപ്പെട്ട റിവേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്കറിയാലേ, മഹാനദി, അതുപോലെ തന്നെ ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഈ 4 റിവേഴ്സിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്താണ് വെസ്റ്റ് ഫ്ലോയിങ് അല്ല, ഈസ്റ്റ് ഫ്ലോയിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. അതിൽ ഏറ്റവും മുകളിലായി ഒഴുകുന്ന മഹാനദിയെ പറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിൽ ഫസ്റ്റ് വൺ മഹാനദി, നമുക്കറിയാം ഒഡീഷയുടെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെ, ഒഡീഷയുടെ ജീവരേഖ, അതുപോലെ തന്നെ ഒഡീഷയുടെ സോറോ ഓഫ് ഒഡീഷ എന്നൊക്കെ അറിയപ്പെടുന്ന റിവർ ആണ് ഏത്, മഹാനദി എന്ന് പറയുന്നത്. അപ്പോൾ ഒഡീഷയിലൂടെ ഒഴുകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് മഹാനദി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഛത്തീസ്ഗഡ്, ഒഡീഷ ഈ 2 സ്റ്റേറ്റുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു ബേസ്മെന്റ് അല്ലെങ്കിൽ ക്യാച്ച്മെന്റ് ഏരിയ എന്ത് ചെയ്യുന്നത്, പരന്ന് കിടക്കുന്നത്. ഇനി ഇത് എവിടെയാണ്, ഛത്തീസ്ഗഡിലുള്ള മൈക്കല റേഞ്ചസിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചസിലെ എന്താണ് സിഹാവ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മഹാനദിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. 857 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇയാളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സോറോ ഓഫ് ഒഡീഷ അല്ലെ, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന റിവർ ആണെന്ന് മഹാനദി എന്ന് പറയുന്നത്. മഹാനദിയിൽ ഫ്രീക്വന്റ് ആയിട്ടുണ്ടാകുന്ന എന്താണ് ഫ്ലഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മഹാനദിയെ എന്താണ് നമ്മുടെ ഒഡീഷയുടെ ദുഃഖം എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് മഹാനദിയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഫ്ലഡുകളാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒഡീഷയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് പരാദ്വീപ് പോർട്ട് എന്ന് പറയുന്നത്. ഈ പരാദ്വീപ് പോർട്ട് എവിടെയാണ്, നമ്മുടെ ഈ ഒരു മഹാനദിയുടെ റിവർ മൗത്തിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്,
പരാദീപ് ആ ഒരു അത് എന്ത് ചെയ്യുന്ന വന്ന് എൻഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ, അതിന്റെ മൗത്തിന്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പരാദീപ് പോർട്ട് എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, മഹാനദി അല്ലെ, നമ്മൾ പ്രധാനമായി പറയുന്ന എന്താണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ എന്താണ് നമ്മൾ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ആളാണ് എന്ത് മഹാനദി എന്ന് പറയുന്നത്. ഒഡീഷ ഛത്തീസ്ഗഡ് ഭാഗങ്ങളിലായിട്ട് ഒഴുകുന്നു. ഇനി എവിടെ നിന്നാൽ ഉത്ഭവം? ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചസിലെ സിഹാവ ദന്തകാരണ്യ ഫോറസ്റ്റ് എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പറയാൻ കഴിയും. അപ്പൊ എന്താണ് ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത് മഹാനദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. 857 കിലോമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. ഇനി പരാദീപ് പോർട്ട് അല്ലെ, പരാദീപ് പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു മഹാനദിയുടെ റിവർ മൗത്തിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഇനി ഒഡീഷ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഏത്? നമ്മുടെ ഈ ഒരു മഹാനദി എന്ന് പറയുന്നത്. ഇതിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് കാണുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമായിട്ടാണ്. ഇതിന്റെ ചെറിയ ഭാഗങ്ങള് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് കൂടി കാണുന്നുണ്ട്. മേജർ പാർട്ടും ഏകദേശം എന്താണ് ഒരു 80% മുകളിലും ഛത്തീസ്ഗഡ്, ഒഡീഷ സംസ്ഥാനങ്ങളായി കാണപ്പെടുന്നു. മൈനർ പാർട്സ് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട്. ഇനി എന്താണ് നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പുരി ടെമ്പിൾ അല്ലെ. പുരി ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണല്ലേ പുരി ടെമ്പിള്. അതുപോലെ തന്നെ കട്ടക്ക്, സംഭൽപൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു മഹാനദിയുടെ ബാങ്ക്സിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ലോങ്സ്റ്റ് എർത്തേൺ ഡാം ആയിട്ടുള്ള ഹിരാക്കുഡ് ഡാം അല്ലെ, വേൾഡിൽ തന്നെ ലോങ്സ്റ്റ് ആയിട്ടുള്ള എർത്തേൺ ഡാം ആയിട്ടുള്ള ഹിരാക്കുഡ് ഡാം എവിടെയാണ്? നമ്മുടെ മഹാനദിയിലാണ് അല്ലെ. മഹാനദിയിലാണ് എന്ത് ചെയ്യുന്നത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിരാക്കുഡ് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും എവിടെയാണ്? നമ്മുടെ ഈ ഒരു മഹാനദിയിലാണെന്ന് എന്ത് ചെയ്യാം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ? ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മഹാനദി എന്ന് പറയുമ്പോൾ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിൽ വരുന്ന ആളൊക്കെയാണ് സിയോനാദ്, ഹസ്ദിയോ, മണ്ട്, ഇബ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. സിയോനാദ്, ഹസ്ദിയോ, മണ്ട്, ഇബ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇത് ലെഫ്റ്റ് ബാങ്ക്, റൈറ്റ് ബാങ്ക് എന്നുള്ള രീതി തന്നെ പഠിച്ചിരിക്കുക. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിയോനാദ്, ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിയോനാദ്, ഹസ്ദിയോ, മണ്ട്, ഇബ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. റൈറ്റ് ബാങ്കിലേക്ക് വരുമ്പോൾ ജോങ്, തേല് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. ജോങ്, അതുപോലെ തന്നെ ഓങ്, തേല്, ജോങ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് വരുന്നത് അല്ലെ. ഓങ് ഇത് DNG അല്ല ONG ആണ്. ഓങ്, തെല്ല്, ജോങ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഇവരുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, ഈ ഇബിന്റെ കാര്യം, ഇബ് അതുപോലെ തന്നെ തേല്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തേല്, ഇബ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൃത്യമായി വർഷം ഓർമ്മയില്ല. ഏതോ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തേലും ഇബും അതായത് കുറച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നദി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഇബ്, തേല് എന്നിവ ഈ നദിയുടെ ഒരു ട്രിബ്യൂട്ടറീസ് ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് കിട്ടിയാൽ മാത്രം, നമുക്ക് അതറിയാമെങ്കിൽ മാത്രം മതി മഹാനദിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കുക, സിയോനാദ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാനദിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഏറ്റവും
ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ആണ് സിയോനാഥ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹസ്ദിയോ, മന്ത്, ഇബ്, ഇതാണ് എന്ത് ചെയ്യുന്നത് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ജോങ്, ഓങ്, ടെല്ല്, ജോങ്, ഓങ്, ടെൽ അല്ലെങ്കിൽ ടേൽ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട്. ഈ 3 ട്രിബ്യൂട്ടറീസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും വരുന്ന എന്താണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി എന്താണ് നമ്മുടെ ഈ ഒരു എന്താണ് ഒഡീഷയില് എന്താണ് ഈ ഒരു നമ്മുടെ എന്താണ് മഹാനദിയുടെ മൗത്തുമായി ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലേക്കാണ് ഇത് ചിലിക്ക ലേക്ക്. നമുക്കറിയാലോ റാംസാർ സൈറ്റിൽ ഉൾപ്പെടുന്ന എന്താണ് ഒരു ലേക്കാണ് ഇത് നമ്മുടെ ചിലിക്ക ലേക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ചിലിക്ക ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചിലിക്ക ലേക്ക് ഏത് റിവർ മൗത്തിലാണ് അല്ലെങ്കിൽ ഏത് റിവറുമായി ബന്ധപ്പെട്ട് കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ മഹാനദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെ, മഹാനദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്താണ് ലേക്കാണ് ഏത് ചിലിക്ക ലേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ ഷിയോനാഥാണ് ഇത് നമ്മുടെ മഹാനദിയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യമായി ഇന്ത്യയിൽ പ്രൈവറ്റൈസ് ചെയ്ത ഒരു റിവർ കൂടിയാണ് ഇത് ഷിയോനാഥ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു റിവർ ആണ് ഇത് ഷിയോനാഥ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഗംഗയുടെ കാര്യം പറഞ്ഞ സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഗംഗയ്ക്കും യമുനയ്ക്കുമാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ലീവിങ് എൻറ്റിറ്റി സ്റ്റാൻഡ് അല്ല ഒരു എന്താണ് സവിശേഷത എന്താണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി കൊടുത്തു എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റൈസ് ചെയ്തിട്ടുള്ള റിവർ ഏതാണ് ഷിയോനാഥ് ആണെന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക. ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ നമ്മുടെ എന്താണ് ലീവിങ് എൻറ്റിറ്റി, അതായത് എന്താണ് ജീവിച്ചിരിക്കുന്ന ഒരു എന്താണ് വസ്തുവുമായി അല്ലെങ്കിൽ എന്താണ് ഒരു എന്താണ് ജീവനുള്ള ഒരു വസ്തുവിന്റെ എന്താണ് ഒരു ഒരു എന്താണ് അവകാശങ്ങൾ നൽകി അല്ലെ, അങ്ങനെ എന്താണ് റെക്കഗ്നൈസ് ചെയ്ത് ഒരു കോർട്ട് ആദ്യമായി ഇന്ത്യയിൽ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത 2 റിവേഴ്സ് ആണ് ഗംഗയും യമുനയും. ഏത് കോർട്ടാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് എന്ത് ചെയ്തത് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് അല്ലെ. ഗംഗയ്ക്കും യമുനയ്ക്കും എന്ത് ചെയ്തു ലീവിങ് എൻറ്റിറ്റീസ് എന്താണ് പദവി നൽകി അല്ലെ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റൈസ് ചെയ്ത റിവർ ആണ് ഏത് ഷിയോനാഥ് റിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ പുരി ടെമ്പിൾ അല്ലെ, പുരി ജഗന്നാഥ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണെന്ന് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കട്ടക്ക് റായ്പൂര് അതുപോലെ തന്നെ എന്താണ് സംബൽപൂര്, ഈ സ്ഥലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മഹാനദിയുടെ തീരത്താണെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് അതുപോലെ തന്നെ പരാദീപ് പോർട്ട്, അതുപോലെ ചിലിക്ക ലേക്ക്, ഇതൊക്കെ എന്താണ് നമ്മുടെ മഹാനദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണെന്ന് എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, ഈ 4 ആൾക്കാരുടെ ട്രിബ്യൂട്ടറീസ് വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് ലെഫ്റ്റ് ബാങ്ക് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടുത്തെ കേസിൽ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് സിയോനാഥ്, ഹസ്ദിയോ, മൻഡ്, ഇബ്. ഇനി എന്താണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിലേക്ക് വരുമ്പോൾ ഓങ്, ജോങ്, ടെൽ അല്ലെങ്കിൽ തേൽ എന്നറിയപ്പെടുന്ന റിവേഴ്സ് ആണ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി ഹിരാക്കുട്ട് അണക്കെട്ട് അല്ലെ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എർത്തോൺ അണക്കെട്ട് അല്ലെ, എർത്തോൺ ഡാം ആണ് ഏത് നമ്മുടെ ഹിരാക്കുട്ട് ഡാം എന്ന് പറയുന്നത്. അത് ഏത് നദിയിലാണ് നമ്മുടെ മഹാനദിയിലാണെന്നുകൂടി എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും കാര്യത്തില്? ചിലിക്ക ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കേട്ടോ. വൈൽഡ് ലൈഫ് എന്ന് പറയുന്നില്ല, ഒരു ബേർഡ് സാങ്ച്വറി കൂടിയാണ് കേട്ടോ ചിലിക്ക ലേക്കിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഹാനദി എന്താണ് ബേ ഓഫ് ബംഗാളുമായി ചേരുന്ന ആ ഒരു ഭാഗത്തെ നമ്മൾ ഫോൾസ് പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. മഹാനദി എന്താണ് ബേ ഓഫ് ബംഗാളുമായി ചേരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഫോൾസ് പോയിന്റ് എന്ന് എന്ത് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട്. ഫോൾസ് പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. അതുകൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും എന്ത് ചെയ്യുക ഒന്ന് എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയ റിവേഴ്സ് ഏതൊക്കെയാണ്? നർമ്മദയെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, നർമ്മദയെ പറ്റി പറഞ്ഞു, താപ്പിയെ പറ്റി പറഞ്ഞു, ലൂണിയെ പറ്റി പറഞ്ഞു, മാഹിയെ പറ്റി പറഞ്ഞു, ശരാവതി, സബർമതി, അതുപോലെ തന്നെ മണ്ടോവിനെ പറ്റി പറഞ്ഞു അല്ലെ. ഇതൊക്കെ എന്താണ് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് ആണ്. നമ്മൾ അതിനുശേഷം ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ റിവർ ആയിട്ടുള്ള ആരെ പറഞ്ഞു
നമ്മൾ മഹാനദിയെ പറ്റിയാണ് എന്ത് ചെയ്തത് ആദ്യം സംസാരിച്ചല്ലേ. മഹാനദിയെ പറ്റി പറഞ്ഞു. ഒഡീഷയിലെ ഒഡീഷയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ റിവറാണ് മഹാനദി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൈക്കല റേഞ്ചസിലുള്ള സഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദന്തകാരണ്യ ഫോറസ്റ്റിനകത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മഹാനദി ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് നമ്മുടെ മഹാനദി എന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ട്രിബ്യൂട്ടറീസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക്സിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് സംബൽപൂർ, റായ്പൂർ, അതുപോലെ തന്നെ കട്ടക്കൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട മഹാനദിയുടെ ബാങ്ക്സിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ പുരി ജഗന്നാഥ് ടെമ്പിൾ, അത് കൾച്ചറൽ വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യുക അതൊന്ന് ഓർത്തിരിക്കുക. മഹാനദിയുടെ കരയിലാണുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചിലിക്ക ലേക്ക് എന്ന് പറയുന്നത് മഹാനദിയുടെ മൗത്തുമായി ചേർന്ന് കിടക്കുന്നതാണെന്ന് പറഞ്ഞു. പരാതി പോർട്ട് മഹാനദിയുടെ മൗത്തുമായി ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഹാനദിയുടെ മഹാനദി റിവർ ബേ ഓഫ് ബംഗാളുമായി ചേരുന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് ഫോൾസ് പോയിന്റ് ആണെന്ന് എന്ത് ചെയ്തു പറഞ്ഞു അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത് നമ്മൾ മഹാനദിയെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം ബാക്കി എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അതുപോലെ തന്നെ വെസ്റ്റ് ഫ്ലോയിങ് ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സ് പെനിൻസുലാറിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യും ഡെൽറ്റാസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവരുടെ മൗത്തിൽ അവർക്കൊരു ഡെൽറ്റ ഉണ്ടായിരിക്കും, അവരുടെ ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്നൊരു ഡെൽറ്റ ഫോം ചെയ്തിരിക്കും. എന്നാൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇപ്പോൾ താപ്തി ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നർമ്മദ ആയിക്കോട്ടെ, ആരാണെങ്കിലും എത്ര ദൂരം ഒഴുകിക്കഴിഞ്ഞാലും ഇവരെന്ത് ചെയ്യുന്നില്ല ഡെൽറ്റാസ് അല്ല, മറിച്ച് എസ്റ്റോറീസ് ആണ് ഫോം ചെയ്യുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ റിവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഹോപ്പ് ആർക്കും ഡൗട്ട് ഇല്ല.